ഇന്ന് ഞാൻ കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാസ്തയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതും വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ആ ഒരു ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയിട്ട് വന്നാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാസ്ത പാക്കറ്റിൽ കിട്ടുന്ന ഈ ഒരു പാസ്തയാണ് എടുത്തിരിക്കുന്നത്. ഇത് ലൂസായിട്ടൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു പകുതി മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പൊട്ടിച്ചത് പകുതി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിലോട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏത് എണ്ണ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഈ പാസ്ത വേവുന്നതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടാലാണ് കേട്ടോ അതിലൊന്ന് കുറച്ചും കൂടി ഒന്ന് പിടിച്ചിട്ട് കിട്ടുക. ഇനി അതിലേക്ക് വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന പാസ്ത അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അത് അടിയിൽ ഇങ്ങനെ ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എണ്ണ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെന്ത് കഴിയുമ്പോൾ അത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എണ്ണ തീർച്ചയായിട്ടും 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ നന്നായിട്ട് അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, ഇനി ഞാൻ അതിൻ്റെ വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് പൊട്ടി വരണം, അതാണ് അതിൻ്റെ പാകം. ഓവറായിട്ട് കുക്കായി കഴിഞ്ഞാൽ നമ്മളത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ ഒരു തക്കാളിയുടെ പകുതി. വലിയ തക്കാളി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പകുതി എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് ഒരു തക്കാളി എടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ അതിലേക്ക് പച്ചമുളക് ചേർക്കുന്നില്ല, കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് നല്ല സ്പൈസ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കും. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കടിക്കാൻ ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. പിന്നെ പൊടികളായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂണോളം ചിക്കൻ മസാല, ഇത്രയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതാ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് സവാളയും കറിവേപ്പിൻ്റെ ഇലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് സവാള ഒന്ന് സോഫ്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടിയും ചേർത്തിട്ട് ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി തക്കാളിക്കൊന്ന് ഉടഞ്ഞ് വരണം കേട്ടോ. തക്കാളിയും സവാളയും കൂടി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് യോജിച്ച് വരണം. ആ സമയത്ത് ഞാനിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ചിക്കൻ മസാല, ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം കേട്ടോ. ഇപ്പോൾ ഇതാ തക്കാളി നന്നായി തന്നെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പൊടികളുടെയൊക്കെ പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. നമ്മളിത് എഗ് പാസ്തയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ വേണമെങ്കിലും പാസ്ത മിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ആ മുട്ടയും കൂടിയും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ പാസ്ത വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. എങ്കിലും ഈ ഗ്രേവിയിലേക്ക്, അതായത് ഈ മുട്ടയിലേക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടിയും ചേർത്തിട്ട് ഈ മുട്ട നന്നായിട്ട് നമുക്കൊന്ന് ചിക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, മുട്ട നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാസ്തയും കൂടിയും ചേർത്തിട്ട് നമുക്ക് ഈ ഗ്രേവിയായിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. വളരെ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. കണ്ടില്ല, ഇപ്പോൾ ഞാൻ നന്നായി തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതെല്ലാം കൂടി യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നൊന്ന് ആവി കയറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ പാസ്തയിലോട്ട് ആ ഒരു എരിവും പുളിയും എല്ലാം ആയിട്ട് നല്ല സെറ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, എന്ത് ഈസിയാണല്ലോ. ഒരു 5 മിനിറ്റ് തികച്ച് വേണ്ട ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട്. കഴിക്കാനാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ അതാ ഈ ഒരു ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള എഗ് പാസ്ത എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.